Consider this picture. Here you have a vertical slit and a rope. Now ഇയാളുടെ കൈ മൂവ് ചെയ്യുമ്പോൾ this rope vibrate ചെയ്യും. There will be a transverse wave. ഒരു transverse wave ഈ directionൽ in this direction propagate ചെയ്യാൻ തുടങ്ങും. But now slit is also vertical and the wave vibration is also vertical. So this vibration will pass through the slit. So after the slit നിങ്ങൾക്ക് ഇവിടെ vibrations കാണാൻ പറ്റും. Now നമ്മൾ എന്ത് ചെയ്തു, സ്ലിറ്റ് അതുപോലെ തന്നെ നിർത്തി, but I am changing the vibration plane. Now vibration plane is perpendicular. ഈ സ്ലിറ്റിന് പെർപെൻഡിക്കുലർ ആയ പ്ലെയിനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്ലിറ്റിന് പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്തത് നേരത്തെ കേസിൽ. ഈ കേസിൽ സ്ലിറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് വൈബ്രേഷൻ നമ്മുടെ സ്ലിറ്റ് പാസ് ചെയ്യില്ല. സോ ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ സ്ലിറ്റ് ദർ ഈസ് നോ വൈബ്രേഷൻ, ദിസ് പെർപെൻഡിക്കുലർ വൈബ്രേഷൻസ് ഇല്ല. സോ ഇതുപോലെയാണ് ഒരു പോളറൈസർ ആക്ട് ചെയ്യുക. പോളറൈസേഷൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻസ് രണ്ട് പ്ലെയിനിലുണ്ടെങ്കിൽ പിന്നെ പോളറൈസർ ഷീറ്റിൻ്റെ ആക്സിസിന് പാരലലായ ഇതിനെ മാത്രം കടത്തിവിടും. ഇപ്പോൾ നമ്മുടെ പോളറൈസർ ഷീറ്റ് സപ്പോസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെയാണ് പോളറൈസർ ഷീറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആക്സിസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പാരലായ വൈബ്രേഷൻ, അതായത് ഇവിടുത്തെ കേസിൽ ഈ വൈബ്രേഷനെ മാത്രം കടത്തിവിടും, ബാക്കിയുള്ള വൈബ്രേഷൻസിനെ അവർ ബ്ലോക്ക് ചെയ്യും. സോ ഈ കേസ് നമ്മൾ കൺസിഡർ ചെയ്ത് പോളറൈസേഷൻ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അനാളജി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, now let us see. Here I have two polarizers in this experiment. The first one is called polarizer and the second one we call as analyzer. So construction wise രണ്ടിൻ്റെ construction same ആണ്, രണ്ടും ഒരേ മെറ്റീരിയൽ ആണ്. ആദ്യത്തേത് polarize ചെയ്യും. Now here you have unpolarized light in the incoming beam. ബിക്കോസ് നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡിറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ടു ഡിറക്ഷൻസിൽ നിങ്ങൾക്ക് വൈബ്രേഷൻസ് കാണാൻ കഴിയും. എലോങ് ദി സ്ക്രീൻ ഡിറക്ഷനും വൈബ്രേഷൻ ഉണ്ട്, പെർപെൻഡിക്കുലർ ടു ദി സ്ക്രീൻ ഡിറക്ഷനും ഉണ്ട്. ആൾസോ എലോങ് ദി സ്ക്രീൻ ഡിറക്ഷനും വൈബ്രേഷൻ ഉണ്ട്. എലോങ് ദി സ്ക്രീൻ ഡിറക്ഷനാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഡോട്ട് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദി പോളറൈസർ ദി ലൈറ്റ് ഈസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. സോ ദി പെർപെൻഡിക്കുലർ ടു ദി സ്ക്രീൻ ഉള്ള ലൈറ്റിനെ അത് ബ്ലോക്ക് ചെയ്തു, അതായത് ഡോട്ടായിട്ട് കാണിച്ച ലൈറ്റ് വൈബ്രേഷൻസിനെ ബ്ലോക്ക് ചെയ്തു. ഓൺലി പാരലൽ ആയിട്ടുള്ളത് മാത്രമാണ് പാസ് ചെയ്തത്. ഇവിടെ നമ്മുടെ പോളറൈസറിന്റെ ആക്സിസ് ആണ് ഡോട്ടഡ് ലൈനിൽ ഈ ഡിറക്ഷനിൽ കാണിച്ചിട്ടുള്ളത്, അതിന് പാരലൽ ആയത് മാത്രം പാസ് ചെയ്തു. നൗ ദി സെക്കൻഡ് പോളറൈസർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ വെദർ ദി ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട് ഈസ് സെഡ് ടു ബി അനലൈസർ. സോ ആഫ്റ്റർ ദി അനലൈസർ നമുക്കിവിടെ പ്ലെയിൻ പോളറൈസർ ലൈറ്റ് ഉണ്ട്, ബിക്കോസ് നൗ ദി അനലൈസറിന്റെ ആക്സിസ് പാരലൽ ടു ദി വൈബ്രേഷൻ ആണ്. സോ ഇതിന്റെ അതേ ഡിറക്ഷനിലാണ് ഇവിടെ അനലൈസറിന്റെ ആക്സിസ് ഉള്ളത്, അതുകൊണ്ട് അതിനെ പാസ് ചെയ്യും. Now in the second case here analyzer rotate ചെയ്തു. Analyzer is now rotated through 90 degree. Now if you consider the second case, in the second case the polarizer and analyzer are crossed. രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഒന്ന് ഈ ഡിറക്ഷനിലാണെങ്കിൽ അതർ വൺ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. സോ ഒന്നാമത്തെ ഇതിലൂടെ ലൈറ്റിലൂടെ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസിൽ ഇങ്ങനെ ചെയ്താൽ ഇതിലൂടെ ദിസ് ഡിറക്ഷനിലുള്ള ലൈറ്റ് പാസ് ചെയ്യും. ബട്ട് സെക്കൻഡ് വൺ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലോ, സോ രണ്ട് വൈബ്രേഷൻ പ്ലെയിനെയും അത് ഇവിടെ ഒബ്സ്ട്രക്ട് ചെയ്ത് പാസ് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ദി അനലൈസർ ദി ലൈറ്റ് ഇന്റൻസിറ്റി 0 ആയിരിക്കും. സോ ദർ ഈസ് നോ ലൈറ്റ്. സോ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എത്രയേ ഉള്ളൂ, ഒന്നാമത്തതിനെ നമ്മൾ പോളറൈസർ എന്ന് വിളിച്ചു, രണ്ടാമത്തതിനെ അനലൈസർ എന്ന് വിളിക്കുന്നു. രണ്ടും സെയിം ആണ്, രണ്ടിന്റെയും മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ ഒക്കെ സെയിം ആണ്. ഒന്നാമത്തത് പോളറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത്, സെക്കൻഡ് വൺ വി ആർ യൂസിങ് ടു അനലൈസ് വെദർ ദി ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട്. ബിക്കോസ് നമ്മളുടെ ഐ കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് പോളറൈസ്ഡ് ആണോ അല്ലേ എന്നുള്ളത്. ബിക്കോസ് വിത്ത് നേക്കഡ് ഐ വി കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പോളറൈസ്ഡ് ലൈറ്റ് ഓർ അൺപോളറൈസ്ഡ് light. So in order to distinguish polarized and unpolarized light, we are using a analyzer. Okay, a polarizer is an optical filter that lets the light waves of a specific polarization to pass through while blocking light waves of other polarization. And the analyzer is used to determine whether the light is polarized or not. Okay, now what are Polaroids? Polarizing sheets or polarizing filters which are commercially available are known as Polaroids. This sheet contains long chain molecules that are aligned to allow electric field oscillations along only one direction. So that direction ഉള്ളതൊക്കെ pass ചെയ്യും, all other directions block ചെയ്യും. And Polaroid is a material which polarizes light. Okay. Now how can we obtain polarizing beams എന്നുള്ളതാണ് പറയുന്നത്.
വൺ ഓഫ് ദി കേസ് ബൈറെഫ്രിജറന്റ് പോളറൈസേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ എക്സാമ്പിൾ ആണ് ക്വാർട്സ് ആൻഡ് കാൽസൈറ്റ്. നൗ ദി പിക്ചറിൽ നിങ്ങൾ കാണുന്ന ഒരു കാൽസൈറ്റ് ക്രിസ്റ്റൽ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സിംഗിൾ ഓരോ ലൈനേ ഉള്ളൂ. ബട്ട് ഈ ക്രിസ്റ്റലിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ലൈനിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡബിൾ ലൈന് കാണാൻ പറ്റും. ദിസ് ഫിനോമിന is said to be birefringence or double refraction. നമ്മളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ക്വാർട്സ് അല്ലെങ്കിൽ കാൽസൈറ്റ് ക്രിസ്റ്റൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളറൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അനദർ കേസ് ആണ് അബ്സോർപ്റ്റീവ് പോളറൈസേഴ്സ്. ദാറ്റ് ഈസ് പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ. അതായത് സെലക്റ്റീവ് ആയിട്ട് certain directionലുള്ള ലൈറ്റിനെ അത് അബ്സോർബ് ചെയ്യും. The selective absorption of light which is polarized in a particular direction is said to be dichorism. Example is tourmaline crystal. Tourmaline is boron silicate crystal ആണ്. So this is the image of a tourmaline crystal. Now another way to produce polarizer light is using Nicol prism. Nicol prism is a birefringent polarizer and Nicol prism consists of two calcite crystals. So നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയ രണ്ട് കാൽസൈറ്റ് ക്രിസ്റ്റൽ ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് ജോയിൻ യൂസിങ് എ കാനഡ ബാൾസം. കാനഡ ബാൾസം ഈസ് എ ട്രാൻസ്പെറന്റ് ഗ്ലൂ. ദാറ്റ് ട്രാൻസ്പെറന്റ് ഗ്ലൂ വെച്ചിട്ട് രണ്ട് പ്രിസം കൂടെ നമ്മൾ ജോയിൻ ചെയ്തു. സോ അതിന്റെ ആംഗിൾ ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. ദെൻ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഇൻകമിംഗ് ബീം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻകമിംഗ് ബീമിൽ രണ്ട് ഡിറക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇൻകമിംഗ് ബീം ഈസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ദെൻ ഔട്ട് ഗോയിങ് ബീം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും പോളറൈസ്ഡ് ലൈറ്റ് ആണ്. Here you have only the vibrations perpendicular to the screen, but here you have the vibrations parallel to the screen. One is said to be extraordinary ray, other is said to be ordinary ray. So that is about Nicol prism. So in all these ways, on the polarizing filter or polarizing sheet use ചെയ്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ tourmaline crystal, quartz crystal or calcite crystal or Nicol prism. These methods ലൊക്കെ നമുക്ക് polarizer light achieve ചെയ്യാൻ പറ്റും. Now let us discuss about an application of polarization. So one of the very famous application is Polaroid sunglass. So നിങ്ങളൊരു sunglass ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ sunglassൽ Polaroid film ഉണ്ടാവും. So this is the sunlight. Sunlight ഇവിടെ വന്നു. Sunlight ഒരു സർഫസിൽ തട്ടിയിട്ട് ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യാണ്. Then the reflected light will be polarized light. So the light partially polarized in the horizontal plane by the reflection. After the reflection, the light get partially polarized in the horizontal plane. Then നിങ്ങൾ ഇവിടെ പിന്നെ ഈ this is our സൺഗ്ലാസ്സിലൂടെ ഇത് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള വൈബ്രേഷൻസ് നിങ്ങൾ നോക്കിയാൽ രണ്ട് വൈബ്രേഷനും കാണിച്ചിട്ടുണ്ട്. ബട്ട് ആഫ്റ്റർ ദി സൺഗ്ലാസ് ഇവിടെ ദിസ് ഡിറക്ഷനിലുള്ള വൈബ്രേഷൻ ഈ സൺഗ്ലാസ് ബ്ലോക്ക് ചെയ്തു. So after the reflection, after the transmission through the sunglass, one of the polarization മാത്രമാണ് അത് പാസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗ്ലെയർ ഇല്ലാതാവും. സോ എന്താണ് ഗ്ലെയർ? ഗ്ലെയർ എന്ന അൺവാണ്ടഡ് ലൈറ്റ് ആണ്. നിങ്ങളിപ്പോൾ എൻ്റെ ഈ സ്പെക്സിലേക്ക് നോക്കിയാൽ ചില ആളുകൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ചില ആംഗിളിൽ വരുമ്പോൾ ഒരു ഗ്ലെയർ ഇതിൽ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ടു ബി ഗ്ലെയർ. അപ്പോൾ നമ്മളൊരു ഒരു വാഹനം ഓടിച്ച് രാത്രി പോകുമ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ വേറൊരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമ്മളുടെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലെയർ ഉണ്ടാവും. വേറെ വണ്ടി പിന്നെ ബൈക്കോ സ്കൂട്ടർ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. ദാറ്റ് ഈസ് ടു ബി ഗ്ലെയർ. ഓക്കെ. ആൻഡ് 3D ഗ്ലാസിൻ്റെ കേസിൽ നിങ്ങൾ 3D മൂവീസ് കാണുമ്പോൾ യൂസ് ചെയ്യുന്ന ഗൂഗിളിൽ പോളറോയിഡ് ഫിലിംസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൾസോ ദർ ആർ മെനി അതർ അപ്ലിക്കേഷൻസ്. LCD മോണിറ്ററിൽ നമ്മളുടെ സ്മാർട്ട് ഫോണിൻ്റെ അതുപോലെ കാൽക്കുലേറ്ററിലൊക്കെ ഉള്ള LCD മോണിറ്റേഴ്സിൽ പോളറോയിഡ് ഫിലിംസ് യൂസ് ചെയ്യും. ആൻഡ് ദർ ആർ മെനി അതർ അപ്ലിക്കേഷൻസ് ആൾസോ. കെമിക്കൽ അനാലിസിസിന് യൂസ് ചെയ്യുന്നുണ്ട്. Let us see another application of polarizer. നമ്മൾ ഇവിടെ കാണിച്ചു this is a polarizer sheet used in camera. Canon ക്യാമറയിൽ യൂസ് ചെയ്യുന്ന ഒരു polarizing sheet ആണ്. This is screw type polarizing filter and that is 82 millimeter and this is circular polarizing. Now we will discuss in a video what is circular polarization. അത് നിങ്ങൾ സ്റ്റഡി ചെയ്യാനുണ്ട്. So the product details ഇവിടെ കൊടുത്തിട്ടുണ്ട്. This is the device. ഇവിടെ ഈ കാണുന്നത് പോളറൈസിങ് ഫിലിം ആണ്. ആൻഡ് ഡ്രോപ്പ് ഇൻ പോളറൈസിങ് ഫിൽട്ടർ, ഡ്രോപ്പ് ഇൻ സർക്കുലർ പോളറൈസിങ് ഫിൽട്ടർ. നൗ ഫിൽട്ടർ യൂസ് ചെയ്താൽ എന്താണ് ഫോട്ടോയിൽ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ ഈ സൈറ്റിൽ, ഇത് കാനൻ്റെ സൈറ്റ് ആണ്, അവർ കാണിച്ചിട്ടുണ്ട്. സോ വിത്തൗട്ട് യൂസിങ് എ പോളറൈസർ ദിസ് വിൽ ബി യുവർ ഇമേജ്. ആൻഡ് ഇഫ് യു യൂസ് എ പോളറൈസർ using the polarizer, the use of a polarizer can result in a bluer sky and yellow leaves in the richer colors and saturation. സോ ഈ സെക്കൻഡ് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, നല്ല ക്ലിയർ ഇമേജ് ആണ്.
ഫസ്റ്റ് ഇമേജിൽ ഒരു ബ്ലേഡ് വിഷൻ ആണുള്ളത്. Now ഇവിടെ നിങ്ങൾ സെക്കൻഡ് രണ്ടാമത്തെ ഈ ഇമേജ് നോക്കുക. ഇവിടെ വിത്തൗട്ട് യൂസിങ് എ പോളറൈസർ വാട്ടറിലെ റിഫ്ലക്ഷൻസ് നോക്കുക. അതുപോലെ the use of a polarizer can eliminate water reflection to reveal the fishes and stone in the water. ഒന്നാമത്തെ കേസിൽ നമ്മൾ വാട്ടറിന്റെ ഉള്ളിലേക്ക് കാണുന്നില്ല. ബട്ട് സെയിം ഫോട്ടോ തന്നെ വിത്ത് പോളറൈസിങ് ഫിൽറ്റർ എടുത്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിഷിനെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വാട്ടർ സർഫസിലുള്ള റോക്സ് സ്റ്റോൺസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫിഷർമെൻസ് ഒക്കെ പോളറൈസിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും അവർക്ക് ഈ ഗ്ലെയർ ഒഴിവാകാൻ വേണ്ടിയിട്ട്. ഈ തേർഡ് പിക്ചർ നോക്കുക. ഇവിടെ നിങ്ങൾ വിത്ത് ഫിൽറ്റർ യൂസ് ചെയ്യുന്ന കേസും വിത്തൗട്ട് ഫിൽറ്ററും നമ്മൾ കമ്പയർ ചെയ്യുക. Now if you are using a filter, there is no glare, so നമുക്കിവിടെ ലീവ്സ് അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ നല്ല ഷാർപ്പായിട്ട് കാണുന്നുണ്ട്. സോ ഇവിടെ ഗ്ലെയർ സപ്രസ് ചെയ്തു, അൺവാണ്ടഡ് ഗ്ലെയർ നമ്മുടെ പോളറൈസർ ഫിൽട്ടർ ചെയ്തു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇമേജ് ഫാർ ബെറ്റർ ആണ്. സോ ദിസ് ഈസ് ദി പോപ്പുലർ യൂസ് ഓഫ് പോളറൈസേഴ്സ്.